ഹായ് ഫ്രണ്ട്, ഹായ് ബബ്ലു, നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ ധനുഷ്കോടി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം ഒരു 165 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് കേട്ടോ ബബ്ലു. അത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അവിടം വരെ എത്താൻ വേണ്ടി അങ്ങോട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന സ്ഥലം? അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളിയല്ലേ? അടിപൊളിയാ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം കേട്ടാ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഭാഗങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നത് ഇതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പതറിപ്പോയി എന്തുവാന്ന്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടാ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, 162 കിലോമീറ്ററിന് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി നമ്മള് 162 കിലോമീറ്ററും കൂടെ ഇനി കവർ ചെയ്യാം. അതെ, അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരം എത്തിയപ്പോ ഇവിടെ നിർത്തി കേട്ടാ ഇത് കണ്ടപ്പോ. കാരണം നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു സാധനമാണ്, വല്ലപ്പോഴും കാണാം. തമിഴ്നാട്ടിലെ ഒറിജിനൽ സർബത്ത്. തമിഴ്നാട്ടില് മറ്റേ ഇത് എല്ലാരും പനമോങ്ക്, പനങ്കള്ള്, അങ്ങനെയൊക്കെ പനം തേങ്ങ, ഇതൊക്കെ എവിടെ നോക്കിയാലും കാണാം. കൂടാതെ ഇതെല്ലാവർക്കും ഒരു ഹാരമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കുടിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇത് കുടിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടപ്പോ തന്നെ നിർത്തി. എന്തായാലും ഒന്ന് രുചിച്ച് നോക്കണമല്ലോ. ആദ്യമായിട്ടൊക്കെ കാണുമ്പോ എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും. ഇവിടുത്തെ സർവത്താണെന്നാണ് പറയുന്നത്. പക്ഷെ വയറിനൊക്കെ നല്ലതാണ്, നല്ല എനർജിയാണ്. കൂടാതെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും ഞാനും ഒന്ന് നോക്കി, അല്ലാതെ ഫിറ്റ് ആവുക അല്ലെങ്കിൽ വേറെ ബോധം കെട്ട് വീഴുക ഒന്നും ഇല്ല കേട്ടാ. പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് ഇത്. പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് ഇത്. പിന്നെ ഒരു മരുന്നായിട്ട് കുടിക്കാം, എല്ലാരും വാങ്ങിച്ചോണ്ടൊക്കെ കുടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഈ റോഡിന് രണ്ട് സൈഡിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി. ഇത് കണ്ടോ? വിജനമായിട്ട് കിടക്കും. നമ്മുടെ നാട്ടിൽ ഇതുപോലെ വിജനമായിട്ട് എവിടെയെങ്കിലും ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത്രയ്ക്കും മനോഹാരിതയാണ്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെ ഉണ്ടെന്നേ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ പനം തേങ്ങയുടെ മരം നിൽക്കുന്നുണ്ട്. പന നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും പന കാണുമല്ലേ? ഇത് കണ്ടാൽ തന്നെ അതിന്റെ അടിയിൽ നിന്ന് ആരും മാറത്തില്ല. ഇവിടെ ചുമ്മാ വീണ് കിടക്കും, ആർക്കും വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഏത് അറ്റത്തേക്കാ പോകുന്നത്? നമ്മള് തെക്കേറ്റം, ഇന്ത്യയുടെ തെക്കേറ്റം. അതെ, ഇന്ത്യയുടെ തെക്കേ അറ്റമാണിത്. ഇനി നമ്മള് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോ തെക്കേ അറ്റം എൻഡിലേക്ക് എത്തും. അത് ധനുഷ്കോടി എത്തുമ്പോഴത്തേക്ക് ധനുഷ്കോടി. പിന്നെ അങ്ങോട്ട് ഇന്ത്യയുടെ ബാക്കി ഇല്ല, റോഡില്ല. ആ റോഡോടുകൂടി റോഡും ഇല്ല, ഒന്നുമില്ല. അതാണ് എൻഡ്. അതെ, മനസ്സിലായി. ഇനി ആ വടക്കേറ്റോ? വടക്കേറ്റം അറിയത്തില്ല. വടക്കേറ്റം അങ്ങ് പോണം. അതെവിടാ? അത് കാശ്മീർ അപ്പുറമല്ലേ, ലഡാക്ക്, ആ ഭാഗങ്ങളിൽ വരും വടക്കേറ്റം. അപ്പൊ ഇനി പിന്നീട് അവിടെയും കൂടെ പോയി കാണാം. നമ്മള് ഇനി ആ വീഡിയോയും ഈ വീഡിയോയും കുറേശ്ശെ എടുത്ത് വെച്ചേക്കും, എന്നിട്ട് ഇതൊന്നിച്ച് പിന്നീട് നമ്മൾ ഇടും. എന്താ തെക്കേറ്റും വടക്കേറ്റും അങ്ങനെയാണ് 4 സൈഡും എടുത്ത് വെച്ചാ പോരെ? 3 കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ്, അപ്പൊ 4 കൂടെ യോജിപ്പിക്കും. അതെവിടെ? ഇന്ത്യയുടെ കിഴക്കേ അറ്റമായിട്ട് ഏതെങ്കിലും സ്ഥലം പറയുന്നുണ്ടോ? അങ്ങനെ നോക്കിപ്പോയി കടലിൽ. അല്ല, പടിഞ്ഞാറ് അറ്റമായിട്ട് ഏതെങ്കിലും സ്ഥലം പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണ്. വടക്കേ അറ്റവും തെക്കേ അറ്റവും പറയുന്നുണ്ടോ? അന്നേരം ഇനിയിപ്പോ നമ്മൾ എത്താൻ പോകുന്ന എവിടെയാണെന്നറിയാവാ? ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോ വരാൻ പോകുന്നത്, കേറാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്നത്. അതാണ് നമ്മുടെ പാമ്പൻ പാലത്തേക്ക് ആണ് ഇനി നമ്മുടെ അടുത്ത ഊഴം. എപ്പോഴും പറയുന്ന ഒരു പാമ്പൻ പാലം അല്ലേ? പണ്ട് പോലെ പാമ്പൻ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പാലമാണ്. നീ കണ്ടിട്ടുണ്ടോ? നീ അത് കാണണം. നിന്നെ കൊണ്ടുപോകാന്ന് പറയുമ്പോ അതിപ്പം നിന്നെ കല്യാണം കഴിച്ച കാരണം നിനക്ക് ഇതൊക്കെ കാണാൻ പറ്റി. പോയിക്കൂടെ? അല്ലെങ്കിൽ ബബ്ലു സോഡിയാണ്. ഞാനൊരു ബൈക്ക് റൈഡർ ആയതുകൊണ്ട് റബ്ലൂസ് അതിന്റെ പുറകിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ഇത് കാണും. പിന്നെ അതേ കാണാൻ പറ്റത്തെ, കാറിൽ പോയാ കാണത്തില്ലേ? കാറിൽ ഇത്രയും പോവല്ലേ? അത് പറഞ്ഞപ്പോ ആര് നമുക്ക് അത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തും നമുക്ക് സാധിക്കും. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ പനതേങ്ങ കണ്ട് നോക്കി ഇത് കണ്ട എന്റെ പൊന്നോ, എന്ത് നീല വെള്ളോ? നീലക്കടല? നീലക്കടലല്ലേ? എന്ത് രസമാണെന്ന് നോക്കിയേ. ഇങ്ങോട്ടൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കാണണം. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇത്രയും നല്ലൊരു സ്ഥലം വല്ല അമേരിക്കക്കാരയിലും എല്ലാം കിട്ടുമായിരുന്നെങ്കിൽ. ഇത് ബ്രിട്ടീഷുകാരിൽ ഇരുന്നപ്പോ അന്ന് ഇവരുണ്ടാക്കിയ പാലം ഇതാണ് ഇപ്പൊ നമ്മളീ കാണാൻ പോകുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പ്. അന്നേരം
ഒരു ഇപ്പോഴും അവരുടെ കയ്യിൽ ഈ സ്ഥലം ആയിരുന്നെങ്കിൽ അവർ ഏത് രീതിയിലാക്കിയേനെ? ആണ് അടിപൊളിയാക്കിയേനെ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കേട്ടാ. അവരിവിടെ നമ്മള് നിർമ്മിച്ചിട്ട് പോയ ഓരോ സാധനങ്ങളും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അത്രക്ക് രീതിയിലാണ്, ഹെവി ക്വാളിറ്റിയിലാണ് അവരുണ്ടാക്കിയത്. അതും ഭയങ്കരമായ ടെക്നോളജിയാണ് അന്നത്തെ കാലത്ത്, അല്ലേ? അതെ അതെ. പിന്നെ നമ്മള് ഏകദേശം നമ്മള് പാമ്പൻപാലം ആയി. അതാ പാമ്പൻപാലത്തിലേക്ക് കേറിക്കൊണ്ടിരിക്കുവാണ്. ഇനിയാണ് കാണാനിരിക്കുന്നത്. ഒരു കൊടുക്കം വ്യൂ ആണ് മക്കളെ. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വരണം കേട്ടാ. ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് കാണണം കേട്ടാ. കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. ഓ, ഇങ്ങനെ ഒഴുകി അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാമ്പപ്പാലത്തിൽ കൂടെ. ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാൻ തന്നെ ഒരു ഭാഗ്യം വേണം കേട്ടോ. എന്തോരം ടൂറിസ്റ്റുകളാണെന്നറിയാം ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നത്. ഈ റോഡ് മൊത്തം ബ്ലോക്കാണ് കേട്ടോ. പിന്നെ പോലീസുകാരുടെ നെട്ടോട്ടമാണ് ആൾക്കാർ ഓടിക്കാൻ വേണ്ടി. സൈഡിലോട്ടൊക്കെ ഇറങ്ങി നിൽക്കണം, മറ്റുള്ള വാഹനങ്ങളൊക്കെ പോകണ്ടേ, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അല്ലാതെ വേറെ എവിടെ നിന്നും ഇത് ഈ ഒരു കാഴ്ച കാണാനും പറ്റത്തില്ല. ഈ പാമ്പൻ ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലുമായിട്ട് കടലാണ്. ഒരു സൈഡിലാണെങ്കിൽ നിറയെ മീൻപിടുത്ത കാഴ്ചകൾ കാണാം, ബോട്ടുകളും വള്ളങ്ങളും. ഒരു രക്ഷയില്ലാട്ടാ. ഒരു സൈഡിലാണ് നമ്മുടെ പറയാൻ പോലും എനിക്ക് എങ്ങനെ പറയണമെന്ന് പോലും പുതിയ പാലമുണ്ട്, പഴയ പാലമുണ്ട്. അത് നമ്മുടെ ഇതിൽ ധനുഷ്കോടിയിൽ പണ്ട് ഒരു ചുഴലിക്കാറ്റ് 1964 ഒരു 9 ചുഴലിക്കാറ്റ് വന്നപ്പോ എല്ലാം പോയില്ല. അതിന്റെ ഒപ്പം ഈ പാലത്തിന് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് 10-40 ദിവസം പണിതപ്പോ തന്നെ ചെറുതായിട്ട് ശരിയായി. ഇപ്പൊ ഏകദേശം നമ്മൾ ആ പാലത്തിന്റെ ഒരു മധ്യഭാഗത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നേരം കുറച്ച് പണിയൊക്കെ ഇതിൽ ചെയ്തെടുത്തതാണ്. പിന്നെ ആ പാലം അത്ര നല്ല രീതിയിൽ പ്രവർത്തനമൊന്നും അല്ല. അതിന് പകരം പുതിയൊരു പാലം അതിന്റെ ഇപ്പുറത്തോടെ പണിതേക്കുവാണ്. അപ്പൊ രണ്ടും കാണാൻ പറ്റും കേട്ടോ. രസമാണെന്നറിയാവോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ പാലത്തിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഞാൻ 2 വാഹനമായിരിക്കും ഞാൻ പറയുന്നത്. അത് ഏത് വാഹനം? ഓപ്പൺ ജീപ്പ്, ഓപ്പൺ ജീപ്പ് അല്ല, ഒന്ന് സൈക്കിള്, അയ്യോ ഒന്ന് നമ്മുടെ ബൈക്ക്. മനസ്സിലായി? അന്നേരം നമുക്ക് നടന്ന് അടിപൊളിയായിട്ട് സൈഡിൽ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് അവിടെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതെ. പിന്നെ ഇടയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ട് നിർത്തി കേട്ടോ. അതിനുശേഷം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ട്. ഞാൻ അവിടെ ഇടയ്ക്ക് നിർത്തിയപ്പോഴത്തേക്ക് പൈനാപ്പിള് അവര് മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കുന്ന് വാങ്ങിച്ച് ഇനി നമ്മള് പോകുമ്പോ ഇതിന്റെ മധ്യഭാഗത്ത് എത്തും. അതാണ് കാണേണ്ട ഒരു കാഴ്ച, ശരിക്കും കാണേണ്ട കാഴ്ച. പക്ഷെ രാത്രി ആകുമ്പോ എന്തുവാന്നറിയാം, അവിടെ ഭയങ്കര ലൈറ്റ് ആയിരിക്കും, പല സൈസിലെ ലൈറ്റ് അതി കത്തുന്ന. അത് വേറൊരു കാഴ്ചയാണ് കേട്ടോ. ദേഹം കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും, നിറയെ ആളായിരിക്കും. ഇത് കാണാൻ വേണ്ടി എന്തോരം ആൾക്കാർ ഇവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയാവോ. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോടും എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തും അല്ലെ. അത് ഈ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള സ്ഥലങ്ങളൊന്നും അത്രയും കാണത്തില്ലെന്ന് തോന്നുന്നു. ടൂറിസം ഭയങ്കര രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുക പ്ലസ് അല്ലേ. നമ്മള് പ്രത്യേകിച്ച് ഈ പാലം പണിതതിന് ശേഷമാണെന്ന് തോന്നുന്നു കൂടുതൽ അല്ലെ പിന്നെ ലോകം അറിയാൻ തുടങ്ങിയത്. അത് മാത്രമല്ല ഈ നമ്മള് ഈ വണ്ടി പോകുന്ന പാലമില്ലേ, അത് ഏത് വർഷമാണ് വന്നതെന്ന് അറിയാവോ? അതും വന്നിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 10-15 വർഷമായിട്ടുള്ള. അതുവരെ ആ പാലം ഇല്ലായിരുന്നു. ട്രെയിൻ മാർഗം മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം മധ്യഭാഗത്ത് എത്തിയേക്കുവാണ് കേട്ടാ. നമ്മളവിടെ വണ്ടി നിർത്തുവാണ് കേട്ടാ.
അങ്ങനെ നമ്മള് വണ്ടി നിർത്തി ഇനി ആസ്വദിക്കാൻ വേണ്ടി പോയത് ഓരോ ആൾക്കാർ കണ്ടാ ഇതൊരു ലോകമാണ്. ആ കളർ നോക്കിയാ വെള്ളത്തിന്റെ കടന്റെ കളറ് നോക്കി നിങ്ങള് കണ്ടോ, അടിപൊളി ബബ്ലൂസ്. പച്ചയാണോ നീലയാണോന്ന് പോലും അറിയാം. ബബ്ലൂസേ ഒരു കാര്യം പറഞ്ഞോട്ടെ ബബ്ലൂസേ, എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ട്. പക്ഷെ എനിക്ക് ഈ കടലും ഈ പാലവും ഇത് കണ്ടപ്പം ആ വിശപ്പങ്ങ് പോയി. ആണോ, എന്നാ ഇന്ന് കഴിക്കണ്ട. അല്ല, എനിക്ക് ഇവിടുന്ന് പോയ ഒരെണ്ണം കഴിക്കണം. അല്ല, വിശപ്പ് പോയ ആളെന്തിനാ കഴിക്കുന്നത്? എന്റെ സന്തോഷം കൊണ്ട് വിശപ്പ് പോയതാണ്. എനിക്ക് ഇവിടുന്ന് പോയ ഒരു ചായയെങ്കിലും കുടിക്കണം. ആദ്യമായിട്ട് കേക്കുവാണ് കേട്ടാ, ഇത് കണ്ട് സന്തോഷം കൊണ്ട് വിശപ്പ് പോയെന്ന്. കൊള്ളാം. എന്തായാലും എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഞാൻ ടാറ്റൊക്കെ കൊടുക്കുന്നില്ല, വിശപ്പില്ലെങ്കിലും തിന്നണോന്ന്. എനിക്കാണെ പോകാൻ തോന്നില്ല. എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ച കേട്ടോ. കൊറേ പേര് ഇതേ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ടൊക്കെ പോകുന്നു. നമുക്ക് കുറെ ആൾക്കാർ വന്ന് ടാറ്റയൊക്കെ പറയുന്ന കേട്ടോ. നമ്മളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് അവര് ടാറ്റയൊക്കെ തരുന്നത്. ഇതേ കൊറേ പിന്നെ അതിന്റെ അകത്ത് പിന്നെ കുറെ സാധനങ്ങൾ ഇതുപോലെ ഉപ്പിലിട്ടതും ഇതുപോലെ മുളക് വിതറിയൊക്കെ വിൽക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി കാണുന്ന സ്ഥലമാണ്. നിറയെ ഇതേ ഇപ്പൊ കുറവാണ് കേട്ടോ. സൈഡ് കണ്ട അവിടെ ഇഷ്ടംപോലെ കൂട്ടമുണ്ട്. ആ സൈഡ് കണ്ട നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കുവേ. നമുക്ക് എങ്ങോട്ട് നോക്കണമെന്ന് പോലും അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ച. ഇത് എന്തുവാണല്ലേ, പ്രകൃതി എത്രയോ മനോഹരമാണ്. എന്തുവാണ്, ഇങ്ങനെ വർണ്ണിക്കാനാണ്. പ്രകൃതി മനോഹരമൊക്കെയാണ്. പ്രകൃതി ശോഭിച്ചു കഴിഞ്ഞാല് ഒരു അല്ലേ, അത് ശരിയാ. പ്രകൃതിക്ക് ശോഭം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മനോഹാരിതയൊന്നും പ്രകൃതി ഓർക്കത്തില്ല. പ്രകൃതി എന്തും ചെയ്യാൻ പഠിക്കത്തില്ല. അതാണ് ഭയങ്കര ഒരു ശക്തി. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ധനുഷ്കോടി പോകണം. അതെ അതെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു മൈൻഡ് ആയിരിക്കും. നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് സങ്കടം വരും. അങ്ങനെ നമ്മൾ അതിന്റെ അടുത്ത് തന്നെ കുറച്ച് വണ്ടി ഇച്ചിരി പഠിക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അടുത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും കശ്മീരിന് എന്തായാലും ഇത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് ഫുഡ് കഴിക്കണമെന്നാ പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കണം. നമ്മള് രാമേശ്വരം എത്തിയിട്ട് ആദ്യമായിട്ട് ഫുഡ് കഴിക്കാൻ പോയത് കണ്ടപ്പോ തന്നെ അതിശയം. നിങ്ങൾ നോക്കി, നമ്മുടെ നാട്ടിൽ ചെയർ കിടക്കുന്ന പോലെ ഒന്നുമല്ല. ഈ കടയുടെ അകത്ത് മൊത്തം മണ്ണാണ്. അതുകൂടാതെ അതിൽ വെച്ചേക്കുന്ന മറ്റേ ഒരു സിമെന്റ് വെച്ചുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ടാണ് നമ്മളത് ഇരിക്കേണ്ടത്. അങ്ങനെ ഇവിടെ വന്നപ്പോ ധാരാളം മീൻ കണ്ട് കേട്ടാ. കാരണം ഇവിടെ മീൻ കടല് കണ്ടല്ലോ, മീനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോ ധാരാളം നമുക്ക് വില കുറച്ച് കിട്ടുന്നത് നമ്മൾ മാക്സിമം വാങ്ങിച്ച് കഴിക്കുക. മീനെന്ന് കണ്ടപ്പോ എടുത്തോളാൻ പറഞ്ഞു. കാരണം മീനെന്ന് വെച്ചാൽ നമുക്കൊരു ഹരമാണ് കേട്ടോ. അങ്ങനെ അത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാകത്തില്ല. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത് തന്നെ ഒരു റൂം എടുത്തേക്കുവാണ്. കുറെ സ്ഥലത്തൊക്കെ കയറി നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടം തന്നെ എടുത്തു കേട്ടോ. ഇത് നമ്മുടെ എന്താ കോട്ടേജ് പോലെ, കോട്ടേജാണ്. കൊറേ നല്ല രസമുണ്ട് കാണാൻ തന്നെ. നല്ല രസം. AC ഒക്കെ ഉണ്ട് അത്യാവശ്യം. 1500 രൂപ 2000 തൊട്ട് 1500 രൂപയ്ക്കൊക്കെ തന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ലഗേജ് ഒക്കെ എടുത്ത് ഇനി നമ്മുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.